നമ്മൾ അറിയേണ്ടത് എപ്പോഴും സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ കണ്ടെത്തുന്നത്. ഇപ്പോൾ തന്നെ ഈ അനന്തു കൃഷ്ണന്റെ ഈ വലിയ തട്ടിപ്പിന്റെ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിപ്പിന് അനന്തു കൃഷ്ണൻ എന്ന ഫ്രോഡ് മാധ്യമപ്രവർത്തകരെ കൂടി കരുവാക്കി എന്നതാണ്. 1000 കോടിക്ക് മേൽ നടന്ന ഈ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായാണ് മാധ്യമപ്രവർത്തകരെയും മറയാക്കിയത്. സ്കൂട്ടർ വിതരണത്തിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ഒപ്പിട്ട MOUവും പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചിത്രവും അനന്തു ഈ തട്ടിപ്പിന് ഉപയോഗിച്ചു. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് ആർക്കും പണം നഷ്ടപ്പെടാത്തതിനാൽ പരാതി നൽകേണ്ടതില്ല എന്നതാണ് പ്രസ് ക്ലബ് ഭാരവാഹികളുടെ ഇപ്പോഴത്തെ നിലപാട്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എങ്ങനെ നൽകും? ആൾക്ക് 60,000 വെച്ച് എങ്ങനെ സൗജന്യമായി നൽകും? ന്യായമായ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചവരുടെ വിശ്വാസം നേടാനാണ് മാധ്യമപ്രവർത്തകരെയും പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങളും വീഡിയോയും മറയാക്കിയത്. മാധ്യമപ്രവർത്തകർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുടെ സംഘാടകരായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. ഉദ്ഘാടകൻ മന്ത്രി വി ശിവൻകുട്ടിയും. വിശ്വാസ്യത ഉറപ്പിക്കാനായി വേദിയിൽ വെച്ച് തന്നെ ഒരു മാധ്യമപ്രവർത്തകന്റെ കുട്ടിക്ക് ലാപ്ടോപ്പ് നൽകി. 2024 ജനുവരി 26 വിതരണോദ്ഘാടനം നടന്നെങ്കിലും MOU ഒപ്പുവെച്ചത് 2024 മാർച്ച് 20-നാണ്. എന്നാൽ ഇങ്ങനെയൊരു MOU ഇല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അന്ന് ഈ കരാറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി M രാധാകൃഷ്ണന്റെ മറുപടി. പ്രസ് ക്ലബിനെ പറ്റിച്ചതാണെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത് എന്തെന്ന ചോദ്യത്തിനും പ്രതികരിക്കേണ്ട എന്ന തീരുമാനമെന്നായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് PR പ്രവീണിന്റെയും മറുപടി. പദ്ധതിയിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തങ്ങളോട് അനുവാദം ചോദിക്കാതെ പേരുൾപ്പെടുത്തുകയായിരുന്നു എന്ന് പല മുതിർന്ന മാധ്യമപ്രവർത്തകരും ന്യൂസ് 8-നോട് പറഞ്ഞു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ ഈ മാധ്യമപ്രവർത്തകരുടെ പേരടങ്ങുന്ന പട്ടികയും അനന്തുകൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സ്കൂട്ടർ നൽകുക വഴി കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിക്കാനായിരുന്നു അനന്തുകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മറ്റ് 13 പ്രസ് ക്ലബ്ബും ഉൾപ്പെടുന്ന കേരള പത്രപ്രവർത്തക യൂണിയനെ പദ്ധതിയുമായി സമീപിച്ചെങ്കിലും തട്ടിപ്പ് സാധ്യത തിരിച്ചറിഞ്ഞ് യൂണിയൻ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.